അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഹിജ്ജ മാസമാണ് ഇത്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന പല ആളുകളും ഈ വീഡിയോ കേൾക്കുന്നുണ്ടാകും, കാണുന്നുണ്ടാകും. അവർക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടുവാനും പ്രയാസങ്ങൾ ഇല്ലാതെയായി കിട്ടുവാനും കടങ്ങൾ വീടിക്കിട്ടുവാനും സമാധാനം ജീവിതത്തിൽ മരണം വരെ നിലനിർത്തുവാനും സന്തോഷം അല്ലാഹു തആല ജീവിതത്തിൽ ഉടനീളം നൽകുന്നതിന് വേണ്ടിയിട്ടും എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ നടന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ടും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും 5 വക്ത് ഫർള് നിസ്കാരം നിസ്കരിക്കുന്നവരാണ്, സുന്നത്തുകൾ അനുഷ്ഠിക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുക, നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഏതൊരു കാര്യവും അല്ലാഹു തആല നമ്മളിൽ നിന്നും ഹാസിലാക്കപ്പെടുന്നത് നമ്മുടെ ഓരോ ദുആകളിലൂടെയാണ്. നമുക്കെന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു ആ ഒരു പ്രയാസം മാറിക്കിട്ടാൻ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. എന്നാൽ നമ്മൾ സന്തോഷം വരുന്ന സമയത്ത് ആ ഒരു ദുആ നമ്മളിൽ നിന്ന് മറന്നു പോവുകയാണ്, നമ്മൾ റബ്ബിനെ മറന്നു പോവുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. സന്തോഷമുള്ള സമയത്തും അള്ളാഹ് നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തി തരുന്ന സമയത്തും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുക. നമ്മുടെ പ്രയാസങ്ങൾ നമുക്കുണ്ടാകുന്ന സമയത്തും കഷ്ടപ്പാടുകളെ കൊണ്ട് എടങ്ങേറായി ജീവിക്കുന്ന സമയത്തും അത് നീങ്ങിക്കിട്ടുവാൻ, അത് വരാതിരിക്കുവാൻ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ അള്ളാഹു തആല വിധിച്ചിട്ടുള്ള ഓരോ വിധികളെയും മാറ്റാൻ പോലും കഴിയുന്ന ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്, ദുആ ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ അള്ളാഹുവിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ചെയ്തു പോയ ദോഷങ്ങളെക്കുറിച്ച് ആദ്യം നിങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനോട് അത് പുറത്തു തരാൻ തൗബ ചൊല്ലുക. അതിനുശേഷം തഖ്വയോട് കൂടി നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദുആ അള്ളാഹു തആല തട്ടിക്കളയില്ല. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ പല ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകും, അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല, ഇത്രയും കാലം എത്ര ശ്രമിച്ചിട്ടും ഒന്നും നടന്നു കിട്ടിയില്ലല്ലോ, ഇനി അതൊരിക്കലും നടക്കാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ വിഷമിപ്പിച്ച് സങ്കടം ഉള്ളിലൊതുക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പല കാര്യങ്ങളായിരിക്കും അവരുടെയൊക്കെ ഉള്ളിലുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് നടന്നു കിട്ടുവാൻ നിങ്ങൾ 5 വക്ത് ഫർള് നിസ്കാരം ഖളാ ആവാതെ നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. പ്രാർത്ഥന നിങ്ങൾ വിട്ടുപോകരുത്. ഏത് സമയത്തും അള്ളാഹുവിനെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. ആ ഒരു സമയത്ത് അള്ളാഹ് നിങ്ങളോട് ആ പ്രാർത്ഥന സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് പങ്കുവെക്കുന്നത്. അറിയാത്തവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അസ്സലാമു അലൈക്കും.